തിരുവോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. പൂരപ്രേമികളുടെ ഹൃദയതാളമായ ഉത്രാളിക്കാവ് പൂരത്തിന് ഇനി ആവേശപ്പൊലിമയുടെ നാളുകൾ. പൂരക്കാഴ്ചകളിലെ വിസ്മയമായ വൈദ്യുത അലങ്കാര പന്തലിന് യങ്കക്കാട് ദേശം തുടക്കമിട്ടു. വാനോളമുയരുന്ന വർണ്ണ കാഴ്ചകൾക്കായി ഉത്രാളിക്കാവ് ക്ഷേത്രപാടത്ത് പന്തൽക്കാൽ ഉയർന്നു. ഫെബ്രുവരി 24-ന് പൂരത്തിന് സാക്ഷ്യം വഹിക്കാൻ നാടൊരുങ്ങുമ്പോൾ ഒരാഴ്ച നീളുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് യങ്കക്കാട് ദേശം ഇത്തവണ അണിയിച്ചൊരുക്കുന്നത്. യങ്കക്കാട് ദേശത്തിന്റെ വൈദ്യുത അലങ്കാര പന്തൽ കാൽനാട്ടൽ കർമ്മം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്ര പരിസരത്ത് നടന്ന ഭൂമി പൂജയ്ക്ക് ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരിഹരൻ അയ്യർ, ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ നേതൃത്വം നൽകി. യങ്കക്കാട് ദേശം പൂരക്കമ്മിറ്റി പ്രസിഡന്റ് PR സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇപ്രാവശ്യം ദേശത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യങ്കക്കാട് പ്രദേശങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. ഉത്സവരാഗ് രാവ് എന്ന് പറഞ്ഞ പരിപാടികൾ. പിന്നെ ഈ പ്രാവശ്യം യങ്കക്കാട് ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരനും ആണ് കോലം. 11 ആനകളെ എഴുന്നള്ളിക്കാനാണ് ദേശത്തിന്റെ തീരുമാനം. പഞ്ചവാദ്യ കലാകാരന്മാരായ കുനിശ്ശേരി അനിയന്മാരും കലാമണ്ഡലം കുട്ടിനാരായണനാണ് മതളത്തിൽ ഈ പഞ്ചവാദ്യത്തില് യങ്കക്കാട് ദേശത്തിന്റെ പഞ്ചായത്തിന്റെ പ്രാമാണിത്വം വഹിക്കുന്നത്. അതുപോലെ മേളം പാർമേക്കാവിന്റെ പ്രമാണിയായ കുനിശ്ശേരി അനിയന്മാരാണ് മേളത്തിന് പ്രാമാണിത്വം വഹിക്കുന്നത്. ഇത്തവണ ഒരാഴ്ച നീളുന്ന ആഘോഷ പരിപാടികളാണ് ദേശം മുഴുവൻ വ്യാപിപ്പിച്ച് നടത്തുന്നതെന്ന് ജനറൽ സെക്രട്ടറി C ജയേഷ് കുമാർ അറിയിച്ചു. ഇനി ഒരു മാസത്തിൽ കുറവ് മാത്രമേ ഉള്ളൂ ഉത്രാളിക്കാവ് പൂരത്തിന്. ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഈ വർഷത്തെ പ്രത്യേകതയായിട്ട് സാംസ്കാരിക പരിപാടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. മെഗാ ഷോ പാലക്കൽ അമ്പലത്തിന് പ്രത്യേക സജ്ജമാക്കിയ പന്തലിൽ 3 ദിവസം 19 മുതൽ 21 വരെ മെഗാ ഷോയുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ആദ്യ ദിവസം തന്നെ പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ, പിറ്റേ ദിവസം വീരനാട്യം, ശ്രീകലാ ടീമിന്റെ വീരനാട്യം, തുടർന്ന് ഹാസ്യ നൃത്ത പരിപാടികൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവസാന ദിവസമായി 21-ാം തീയതി കൊച്ചിൻ മ്യൂസിക്സ് അവതരിപ്പിക്കുന്ന ഗാനമേള. ഇത്രയും പരിപാടിയാണ് പാലക്കൽ അമ്പലത്തിന്റെ അവിടെ. ഉത്രാളിക്കാവ് അതേ ദിവസം തന്നെ 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 23-ാം തീയതി വരെയും ഉത്രാളിക്കാവിൽ തുടർച്ചയായി പരിപാടികളുണ്ട്. ഉത്രാളിക്കാവിൽ നടക്കുന്ന പരിപാടികൾ പ്രധാനപ്പെട്ടത് രുദ്രസംഗീത് എന്ന ഭജൻസ്. ഇപ്പോൾ ഭജൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ലോകത്തിലേക്ക് പുതിയ ന്യൂജൻ ജനങ്ങളെ കൊണ്ടുപോകാൻ രീതിയിലുള്ള അത്തരം ഭജനങ്ങളാണ് നമ്മൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് ഉത്രാളിക്കാവിന്റെ തിരുമുറ്റത്തും ആ ഭജൻസ് പരിപാടി സുരേഷ് നാരായൺ അവതരിപ്പിക്കുന്ന ഭജൻസ് ഉണ്ട്. അതുപോലെ ഇത്രയും വെടിക്കെട്ട്, ഇക്കൊല്ലം വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ടാണ് യങ്കക്കാട് ദേശത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു വന്നിരിക്കുന്നത് കോർഡിനേഷനിൽ. തുടർന്ന് അത് കൂടാതെ 25-ാം തീയതി കാലത്ത് 9:30 ഈട് വെടിക്കെട്ട് എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന്റെ എല്ലാ ആചാരങ്ങളും വിടവാങ്ങൽ ചൊല്ലലും കൽപ്പനയ്ക്ക് ശേഷം യങ്കക്കാട് ദേശം നാടിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വെടിക്കെട്ടും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് പെസ അനുമതിയോടെ, എല്ലാ കോർഡിനേഷനുടെ അനുമതിയോടുകൂടി ഞങ്ങൾ അതും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തോമസ് എന്ന് പറയുന്ന അങ്കമാലി അദ്ദേഹമാണ് ഇപ്രാവശ്യം വെടിക്കെട്ടിന് വേണ്ടി ഞങ്ങൾക്ക് സജ്ജീകരിക്കുന്നത്. പെസോ നേരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ടീമിന്റെയും അംഗീകാരത്തോടുകൂടിയാണ് നമ്മൾ ഇപ്രാവശ്യം വെടിക്കെട്ടിന് വേണ്ടി പേപ്പറെല്ലാം വർക്ക് ചെയ്യുന്നത്. എല്ലാ പേപ്പറുകളും 99.9% പൂർത്തിയായി. ഇനി ADMന്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് പേപ്പറുകളെല്ലാം. അത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഉടനടി അറിയാൻ സാധിക്കും നമുക്ക് വെടിക്കെട്ടിന്റെ കുറിച്ച്. വെടിക്കെട്ടിന്റെ പണിപ്പുരകൾ ആരംഭിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൽത്തറമേളം അത് ഇപ്രാവശ്യം വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആൽത്തറമേളാണ് 3 ദേശക്കാരും കൂടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 3 ദേശക്കാരുടെയും വെടിക്കെട്ടാണ് പറവൂർപ്പാടിന്. അതും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് 3 ദേശങ്ങളുടെയും ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് സാമ്പിൾ വെടിക്കെട്ട്, പറവൂർപ്പാട് വെടിക്കെട്ടും അതുപോലെ ആൽത്തറമേളും.
ഈ രണ്ടിന്റെയും ഒരു ഹൈലൈറ്റ് തന്നെയാണ് നമ്മളുടെ ദേശത്തിന്റെ കൂട്ടായ്മ. അതുപോലെ ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ കുമരല്ലൂരിന്റെ പന്തലിലെ കാൽനാട്ടിൽ കർമ്മം ഉണ്ടാവും, വടക്കാഞ്ചേരി ഉണ്ടാവും. ആ സമയത്തും ഈ കൂട്ടായ്മ നമുക്ക് കാണാൻ സാധിക്കും. ചടങ്ങിൽ ട്രഷറർ നീലകണ്ഠൻ, ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, ബാബു പൂക്കുന്നത്ത്, മാരാത്ത് വിജയൻ, PG രവീന്ദ്രൻ, NR സുരേഷ്, സേതുമാധവൻ കടമ്പാട്ട്, PK വിജയൻ എന്നിവരും കുമരനെല്ലൂർ ദേശം പ്രതിനിധികളായ AK സതീഷ് കുമാർ, വിപിൻ, വടക്കാഞ്ചേരി ദേശം പ്രതിനിധികളായ CA ശങ്കരൻകുട്ടി, രാജേഷ് എന്നിവരും പങ്കെടുത്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി PN ഗോകുലൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ KP മദനൻ, ബുഷറ റഷീദ്, പ്രശാന്ത് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. എങ്കക്കാട്, വടക്കാഞ്ചേരി, കുമരനെല്ലൂർ ദേശക്കാരും പൂരപ്രേമികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ഉത്രാളിക്കാവിലെ പാടത്ത് കാൽനാട്ടൽ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയത്.